ഷെയിൻ സെറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഒരു റീഡിങ് എടുത്ത് നോക്കാം. ലവ് റീഡിംഗ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ റീഡിംഗ് ആണ്. ഓക്കെ, ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. അതെല്ലാവരും മനസ്സിലാക്കണം. റെസനേറ്റ് ആവുന്നവരെടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ടൈംലെസ് ആണ്. എപ്പോൾ നിങ്ങളുടെ കൈകളിലെത്തുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്, ഹൈപ്പ് ഒക്കെ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആളുകളോടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ ഇത്രയും മാത്രമേ ഉള്ളൂ. നമുക്ക് കുറച്ച് ദിവസമായല്ലോ റീഡിംഗ് ഒക്കെ എടുത്തിട്ട്. എന്തായാലും ഇന്നിപ്പോൾ കുറച്ച് സമാധാനം തോന്നുന്നുണ്ട്. നമുക്ക് എടുത്ത് നോക്കട്ടെ റീഡിംഗ്. ഇവിടെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങളുടെ വ്യക്തി തേർഡ് പാർട്ടിയിൽ സന്തോഷവാനാണോ? നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? നമ്മൾ 2 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ അതൃപ്തനാണ്, സംതൃപ്തിയില്ലാത്തവനാണ്, ഒറ്റപ്പെട്ടും വിഷമിച്ചും വളരെയധികം മാനസിക സമ്മർദ്ദങ്ങളാൽ വലയുന്നു എന്നാണ് കാണുന്നത്. തേർഡ് പാർട്ടി വല്ലാത്തൊരു ബർഡനായിട്ട് മാറിയിരിക്കുന്നു. വളരെയധികം നൊമ്പരങ്ങൾ ആണ് ഇവിടെ നിങ്ങളുടെ വ്യക്തി അനുഭവിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ്. നിങ്ങളുടെ വളർച്ചയെക്കുറിച്ച് അവർ എന്താണ് ചെയ്യുന്നത്, അല്ലെ എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് നോക്കാം. അവർ അന്തം വിട്ട് നിൽക്കുക എന്ന് പറയില്ലേ, അൺഎക്സ്പെക്റ്റഡ് ഔട്ട്കം ആണ്. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, അന്തം വിട്ട് നിൽക്കുക. കാരണം ഇത് എന്തൊരു വളർച്ചയാണ്. നിങ്ങളുടെ ഈ വളർച്ചയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾ ഞെട്ടിപ്പോവുകയാണ്. എങ്ങനെ ഇത് സംഭവിച്ചു? കാരണം തിങ്സ് ഡിഡ്ന്റ് ഗോ ദ വേ ഐ പ്ലാൻഡ്. അതായത് ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഞാൻ പ്ലാൻ ചെയ്തതുപോലെയല്ല കാര്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വളർച്ച അഭൂതപൂർവമാണ്. ആ വളർച്ച അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ഇനി എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു അവസ്ഥയിൽ ഇപ്പോൾ ആൾ നിൽക്കുന്നു എന്നാണ്. ഓക്കെ, ഇവിടെ കൺഫ്യൂഷനിൽ നിൽക്കുന്നു. ഞാൻ ഇനി എന്ത് ചെയ്യും? ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെർ വി സ്റ്റാൻഡ്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് എനിക്കിപ്പോൾ യാതൊരു ബോധ്യവുമില്ല. ഞാൻ കൺഫ്യൂഷനിലാണ്. കാരണം ഒരു കാലത്ത് നിങ്ങളെ വിട്ടു പോയ സമയത്ത് നിങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഒന്നും പറയാതെ നിങ്ങളങ്ങനെ പുറകെ നടന്നും, നിങ്ങളിങ്ങനെ ചെയ്തും ഇങ്ങനെ വിഷമിച്ചും നിങ്ങളിങ്ങനെ പുറകെ നടന്നിട്ട് ഒന്ന് സംസാരിക്കൂ, അല്ലെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ, എന്നെ ഒന്ന് വിളിക്കൂ, നിങ്ങൾക്ക് എന്താ വിളിച്ചുകൂടെ, നിങ്ങളിങ്ങനെയുള്ള ആവലാതികൾ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിനോദം പോലെ തേർഡ് പാർട്ടിയുമായിട്ട് സന്തോഷിച്ചിരിക്കുന്ന ആ ഒരു സന്ദർഭം. തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ തേർഡ് പാർട്ടിയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. തേർഡ് പാർട്ടി എക്സ് ആണ്. അപ്പോൾ ആ തേർഡ് പാർട്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്ന ഒരു വ്യക്തി പെട്ടെന്ന് തേർഡ് പാർട്ടിയിലേക്ക് അഡിക്ഷനിലേക്ക് വീണുപോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ഇങ്ങനെ ഈ പൂച്ച എലിയായിട്ട് എങ്ങനെയാണ് കളിപ്പിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെ ഉണ്ടല്ലോ, നമ്മൾ കാണാറുണ്ടല്ലേ, ഈ പൂച്ചയ്ക്ക് എലിയെ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ഒറ്റയടിക്കൊന്നും കൊന്നു തിന്നില്ല. ഇങ്ങനെ കളിപ്പിച്ച് അതേമാതിരി നിങ്ങളെ കുറേ കളിപ്പിച്ചിരിക്കുന്നു, കുറേ വേദനിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു ആകാംക്ഷ കാണാൻ, ഉത്കണ്ഠ കാണാൻ അയാൾ വളരെയധികം സന്തോഷത്തോടെ നോക്കിയിരുന്നു. ആ ഓരോ നിങ്ങളുടെ വിളിയിലും ഫോൺ എടുക്കാതെ നിങ്ങളെ ഇങ്ങനെ മനഃപൂർവ്വം ത്യജിച്ച് രസിച്ച് വിനോദിച്ചൊക്കെ നടക്കുന്ന ആ സമയത്ത് ഉള്ള ഒരു വ്യക്തി നിങ്ങൾ ആരായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അയാൾ ചിന്തിക്കുകയാണ്. എന്താണ് സംഭവിച്ചത്? അയാൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമുക്ക് തേർഡ് പാർട്ടിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ അവസ്ഥ അദ്ദേഹത്തിന് അതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ആരായാലും ഹി ഓർ ഷീ അങ്ങനെയാണ്. നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നു, നിങ്ങൾ വളരെയധികം മിസ് ചെയ്യുകയാണ്. ഇപ്പം നിങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. നിങ്ങളെങ്ങനെയാണെന്ന് നോക്കുക. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിങ്ങളെങ്ങനെയാണ്? ദ ഹാങ് മാൻ. എന്താണ് ഹാങ് മാൻ? വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നു, ആലോചിക്കുന്നു, തീരുമാനങ്ങൾ എടുക്കുന്നു. വളരെ വൈസായിട്ട് ബുദ്ധിപൂർവം നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകുന്നു.
നിങ്ങൾ ആരുടെ കാര്യത്തിലും ഇടപെടാൻ പോകുന്നില്ല. എന്തുകൊണ്ട് എന്നെ വിളിക്കുന്നില്ല എന്ന് അന്വേഷിക്കാൻ പോകുന്നില്ല. മെസ്സേജ് റിപ്ലൈ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കും. ഓക്കെ. നിങ്ങൾ ആരുടെയും സ്റ്റാറ്റസ് നിങ്ങളിങ്ങനെ പിന്നെ ചേസ് ചെയ്ത് പോകുന്നില്ല. നിങ്ങളത് നോക്കി നടക്കുന്നില്ല. സോഷ്യൽ മീഡിയ നോക്കുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾക്ക് വളരെയധികം ശ്രദ്ധാപൂർവം ആലോചിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു, പ്രവർത്തിക്കുന്നു. 3 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങളുടെ സർക്കംസ്റ്റൻസിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിന്നെ സൗഹൃദങ്ങളും നിങ്ങളുടെ സന്തോഷങ്ങളും നിങ്ങൾ അനുദിനം അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ടും അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാക്കിക്കൊണ്ടും നിങ്ങളിരിക്കുന്നു. ഓക്കെ. ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ ചേഞ്ച് വന്നിരിക്കുന്നു, ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന ആ വ്യക്തിയെ എന്താ പറയുക, നമ്മൾ മോൾഡ് ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് മോൾഡ് ചെയ്യുക? നമ്മളുടെ കാര്യങ്ങളിൽ ഡിവൈന് ഒരു പ്ലാനുണ്ട്. നമ്മൾ കരുതും ഞാൻ വിളിക്കുന്നതും പറയുന്നതും ഒന്നും കേൾക്കുന്നില്ലല്ലോ ഭഗവാനെ എന്നായിരിക്കും നമ്മൾ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ സെലക്ട് ചെയ്ത ഒരാളാണ്. നിങ്ങളെ ഡിവൈൻ സെലക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങളെ ഇങ്ങനെ നോക്കി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ വളർച്ച എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ എങ്ങനെ നിങ്ങൾ മറികടക്കും. നിങ്ങൾക്ക് തന്ന വല്ലാത്ത ഒരു കഠിനമായ പരീക്ഷണമായിരുന്നു ഈ ബന്ധം. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അത്രയും പരീക്ഷണം നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. നിങ്ങളിങ്ങനെ എന്താ പറയുക, ഈ നമ്മൾ ഈ ഒലയിൽ വെച്ചിട്ട് ഊതി പഴിപ്പിക്കുന്ന മാതിരിയാണ്. നിങ്ങളതിങ്ങനെ അനുഭവിച്ച് വേദന തിന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ നിങ്ങൾ വളരെയധികം വേദനിച്ചു. അത് ഡിവൈൻ്റെ കൽപ്പനയായിരുന്നു, ഡിവൈൻ്റെ കളിയായിരുന്നു, അല്ലെങ്കിൽ ഡിവൈൻ്റെ പ്ലാനിങ് ആയിരുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ എവിടേക്ക് ഉയർത്തണമെന്ന് അറിയാവുന്ന അദ്ദേഹത്തിന് നിങ്ങളെ ആ രീതിയിൽ മോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് തന്ന പരീക്ഷണമായിരുന്നു ഇത്. ഓൾറൈറ്റ്, കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിങ്ങൾ ദ ഹെറോഫൻറ്റ് എന്ന കാർഡ് വന്നിട്ടുണ്ട്. ഇതിലൂടെ ഈ പരീക്ഷണങ്ങളിലൂടെ അതിജീവിച്ച് നിങ്ങൾ ചെന്ന് കയറിയത് ആത്മീയമായ പാതയുടെ അങ്ങേയറ്റത്തേക്കാണ്. അവിടെ നിങ്ങൾ നിർവൃതി കാണുകയാണ്. അവിടെ നിങ്ങൾ പല പല കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഈശ്വരൻ്റെ മഹത്വം മനസ്സിലാക്കുന്നു. നിങ്ങൾ ദൈവികതയുടെ അങ്ങേ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ആ സ്റ്റെപ്പെല്ലാം കയറിപ്പോയിരിക്കുന്നു. കണ്ടില്ലേ, നമ്മുടെ പുറകിൽ സ്റ്റെപ്പാണ്. അതിൽ ആനന്ദം കൊള്ളുന്നു. നിങ്ങൾ ചിരിക്കുകയാണ്, വളരെയധികം സന്തോഷിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ലോകത്ത് ഒന്നുമല്ലെന്നും സർവശക്തനായ ആ ഒരു ശക്തി അതാണ് നയിക്കുന്നതെന്നും നിങ്ങൾ മനസ്സിലാക്കുന്നു. നമ്മളിവിടെ അന്ധമായ വിശ്വാസങ്ങളുടെ പുറകെയല്ല പോകുന്നത്. നിങ്ങളുടെ ഉള്ളിലേക്കാണ് പോണത്. അതായത് ഇൻറ്റ്യൂഷനിലേക്കാണ് പോയത്. നിങ്ങളുടെ ഉള്ളിലേക്ക് പോയി. നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി. വെറുതെ നമ്മൾ ആരാധനാലയങ്ങൾ പോയി പ്രാർത്ഥിക്കുകയും വഴിപാട് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു അന്ധമായ പ്രാർത്ഥനയല്ല ഇവിടെ. നിങ്ങളുടെ ഉള്ളിലേക്ക് പോയിരിക്കുന്നു. നിങ്ങളുടെ സോളിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്, അതിനെന്നെ പ്രാപ്തയാക്കിയിരിക്കുന്നു, അല്ലെ പ്രാപ്തനാക്കിയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇവിടെ നിങ്ങൾ വളരെയധികം ബോൾഡായിരിക്കുന്നു, കറേജ് നേടിയിരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള സത്തയെ മനസ്സിലാക്കിയിരിക്കുന്നു. ആ ആത്മീയ സത്ത എന്താണെന്ന് മനസ്സിലാക്കി അതിൽ നിങ്ങൾ ആനന്ദം അനുഭവിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷം തിരികെ എടുത്തിരിക്കുന്നു. ആ സന്തോഷത്തിൽ നിങ്ങൾ മതിമറന്ന് ആഹ്ലാദിക്കുന്നു. അവിടെ നിങ്ങളുടെ കരിയർ കാര്യങ്ങൾ എല്ലാം തന്നെ വളരെ ശുഭമായിരിക്കുന്നു. അതായത് ഒരു വിത്ത് മണ്ണിലിട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കരുത്തോടെ വളർന്ന് അത് വികസിച്ച് വരുന്നത്, ആ രീതിയിൽ നിങ്ങളുടെ ജീവിതം കരുപിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കരുപിടിപ്പിച്ചിരിക്കുന്നു നിങ്ങൾ, അല്ലെങ്കിൽ ഡിവൈൻ നിങ്ങളെ വളരെ ഉയരത്തിലെത്തിച്ചിരിക്കുന്നു. സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് കയറിപ്പോകുന്നു നിങ്ങൾ. പിന്നീട് ഈ കാര്യങ്ങളെല്ലാം ഓർത്ത് നിങ്ങളെക്കുറിച്ച് ഓർത്ത് വളരെയധികം സങ്കടപ്പെടുന്നു ഒരു വ്യക്തി എന്നാണ്. ഓക്കെ. 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സന്തോഷം, നിങ്ങളിവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വന്നിരിക്കുന്നു.
നിങ്ങൾ സമൂഹത്തിന് വേണ്ട റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നു. അത് വിജയകരമായി നിങ്ങൾ ചെയ്യുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ കടത്തിവെട്ടാൻ കഴിയില്ല. പിടിച്ചാൽ കിട്ടാത്തത്ര ഉയരത്തിലേക്ക് നിങ്ങൾ പോയിരിക്കുന്നു. നിങ്ങൾ ആ ജീവിതത്തിൽ അംഗീകാരങ്ങളും സന്തോഷങ്ങളും എല്ലാം നിങ്ങൾ നേടിയെടുക്കുന്നു. 6 ഓഫ് വൈൻസ് ആണ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. ഇത് വളരെ ആണെങ്കിലും അല്ലെങ്കിൽ വേദനയോടു കൂടിയാണെങ്കിലും കണ്ടു നിൽക്കുന്നു നിങ്ങളുടെ വ്യക്തി എന്നാണ്. ഇനി ഞാൻ എങ്ങനെ ഇത് തിരികെ പിടിക്കും? സ്ട്രെങ്ത് കാർഡാണ്. ഞാനിനി എത്ര ശ്രമിച്ചാലും ഇനി എനിക്ക് തിരികെ കിട്ടില്ല. കിട്ടില്ലാത്ത വണ്ണം എന്നിൽ നിന്ന് വളരെ ദൂരേക്ക് പോയിരിക്കുന്നു എന്ന് വേദനയോടെ മനസ്സിലാക്കുന്നു. കാരണം അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ചെല്ലുമെന്നും, അല്ലെങ്കിൽ നിങ്ങളിതിനിടയ്ക്ക് 2-3 പ്രാവശ്യമെങ്കിലും നിങ്ങളെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. മീറ്റ് ചെയ്തില്ലെങ്കിലും മെസ്സേജിലൂടെ നിങ്ങളെ വീണ്ടും ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വന്നിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ നിങ്ങൾ വളരെ സൈലൻ്റായിട്ട് നിന്നുകൊണ്ട്, വളരെയധികം സൈലൻ്റായിട്ട് നിന്നുകൊണ്ട് അതിനെ ഒരു പ്രൊവോക്ക് ചെയ്യാതെ, അല്ലെങ്കിൽ ഒന്നും തന്നെ കൊടുക്കാതെ വളരെ സൈലൻ്റായിട്ട് നിന്ന് അതിനെ കൈകാര്യം ചെയ്യുന്ന നിങ്ങളുടെ ആ ഇന്നർ സ്ട്രെങ്ത് കണ്ടിട്ട് എന്ത് ഭയപ്പെട്ടു പോവുകയാണ്. കാരണം ഇനി എനിക്ക് നിവർത്തിയില്ല, ഇനി എനിക്കിത് ലഭിക്കില്ല എന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങളുടെ അടുത്ത് ഒരു പ്രാവശ്യം വന്നു, നിങ്ങൾ മൈൻഡാകാൻ ഇങ്ങനെ കാണിച്ചു, തിരിച്ചുപോയി. രണ്ടാമത് വന്നിട്ടും നിങ്ങൾ അതേ സ്റ്റാൻഡിൽ നിന്നു. മൂന്നാമത് വന്നപ്പോഴും നിങ്ങൾ ആ സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്, എനിക്കിപ്പോൾ നിന്നോടൊന്നും തോന്നുന്നില്ല, എനിക്കിപ്പോൾ നിങ്ങളോടൊന്നും തോന്നുന്നില്ല. നീ എന്തെല്ലാം ഇവിടെ കാണിച്ചു കൂട്ടിയോ, നീ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. ആ കാണിച്ചു കൂട്ടിയതിൽ ഒന്നും തന്നെ എനിക്ക് പങ്കില്ല. ഞാൻ അന്നും നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചു, ഞാൻ ഇന്നും സ്നേഹിക്കുന്നു. പക്ഷേ ഇനി ഒരു തിരിച്ചുവരവ് എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഇത് ഡിവൈൻ്റെ തീരുമാനമാണ്. തൽക്കാലം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് എന്ന ആ ഭാവത്തിൽ നിങ്ങൾ നിൽക്കുന്നു. നിങ്ങൾ അത് അന്തമിട്ട് പോയി എന്ന് പറഞ്ഞാൽ അതാണ്. വളരെയധികം ഞെട്ടിപ്പോവുകയാണ് നിങ്ങളുടെ വളർച്ച കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾ പറയുന്നു അൺസാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പോൾ ഐ വാസ് ഇൻ ഹാപ്പി ദ വേ തിങ്സ് വെർ ഗോയിങ്. ഞാനിപ്പോൾ വളരെ അസംതൃപ്തിയിലാണ്. ഒരു സന്തോഷവും എനിക്കിപ്പോൾ ഇല്ല. ഇപ്പോൾ പോകുന്ന ഈ പോക്ക്, അല്ലെങ്കിൽ ഈ വഴി, അത് എനിക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ ഇതല്ല ആഗ്രഹിച്ചത്. ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചല്ല വന്നത്. എനിക്ക് ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. എനിക്കൊരു കാര്യത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഞാൻ ആക്ട് ചെയ്യാറില്ല എന്ന് പറയുന്നു. മിസ്ഡ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് ഇവിടെ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി വന്നിരിക്കുന്നത് എൻ്റെ ആ അവസരം പല സമയവും ഞാൻ നഷ്ടപ്പെടുത്തി എന്നാണ്. കാരണം നിങ്ങളടുത്ത് പലയിടത്ത് തന്നെ നിങ്ങൾ പല സമയത്തും നിങ്ങൾ അവസരം കൊടുത്തിരുന്നു ഈ വ്യക്തിക്ക്. പക്ഷേ അപ്പോഴൊക്കെ നിങ്ങളെ പിന്തള്ളിയും പുറംതിരിഞ്ഞും നിന്ന് ആ അവസരമൊക്കെ നഷ്ടപ്പെടുത്തിയതിനെക്കുറിച്ച് ഓർത്ത് ഇപ്പോൾ അസംതൃപ്തിയിലാണ്, അല്ലെങ്കിൽ വളരെ വേദനയിലാണ്, വളരെ സങ്കടത്തിലാണ്. അപ്പോൾ ഇപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു, ഇനി എനിക്കത് തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായിരിക്കുന്നു. എന്നാലും ഇവിടെ സെൽഫ് ലവ് ചെയ്യുന്നു, ഹീൽ ചെയ്യുന്നു. ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഞാനിപ്പോൾ ഹീലിങ്ങിലാണ്, സെൽഫ് ലവ് ചെയ്യുകയാണ്. കാരണം എനിക്കും മനസ്സിലായി ഇനി ഒരു പക്ഷേ ഇത് തിരിച്ച് ലഭിക്കുന്നതല്ല. ഈ ജീവിതത്തിൽ ഞാൻ നഷ്ടപ്പെടുത്തിയ എൻ്റെ ഏറ്റവും വലിയ, അതായത് എന്താ പറയുക, അതിന് വളരെ നല്ലൊരു ഗിഫ്റ്റായിരുന്നു. അതിനെ പറയേണ്ട ഒരു വാക്കെന്ന് പറഞ്ഞാൽ, ഞാൻ ആഗ്രഹിക്കുന്നതിനേക്കാൾ, അല്ലെ ഞാൻ അർഹിക്കുന്നതിനേക്കാൾ വലിയൊരു വലിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നെയായിരുന്നു നിങ്ങൾ ആളുടെ. ആ ആൾക്ക് അത് സ്വയം നിരസിക്കുകയും സ്വയം ആ ഓപ്പർച്യൂണിറ്റീസ് നഷ്ടപ്പെടുത്തുകയും ചെയ്തതിൻ്റെ കുറ്റബോധവും അനാഥത്വവും എല്ലാമുണ്ട്. ഇനി എനിക്ക് അതുകൊണ്ട് ചെയ്യാൻ ഒന്നുമില്ല. ഞാൻ സെൽഫ് ലവിലേക്ക് പോകുന്നു. മനസ്സിലായില്ലേ? നല്ല കാര്യം. എല്ലാവരും അങ്ങനെ ആകണം. കാരണം എല്ലാവരും, അതായത് ഇപ്പോൾ ഇവിടെ റിജക്ഷൻ അല്ല, പക്ഷേ ഇതൊരു റിജക്ഷൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല.
പക്ഷേ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നമ്മൾ വരുത്തിയ ട്രാൻസ്ഫോർമേഷനാണ് അത്. ഡിവൈൻ്റെ തീരുമാനമാണ്. മനസ്സിലായോ? ആ ഡിവൈൻ്റെ തീരുമാനത്തിനെ മറികടക്കാൻ ഈ ലോകത്തൊരു വ്യക്തിക്കും സാധിക്കില്ല. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം വെച്ചാൽ ആരായാലും അത് തന്നെയാണ് വേണ്ടത്. കാരണം നമുക്ക് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെയാണെന്ന് നമ്മൾ ബോധ്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാലും എൻ്റെ ജീവിതമാണ്, ഞാനും അതേമാതിരി ആകാൻ ആഗ്രഹിക്കുന്നു ഇനിയും. കാരണം നിങ്ങളൊരു വാല്യുബിൾ ഗിഫ്റ്റ് ആയിരുന്നു എന്ന ആ തിരിച്ചറിവ് ഇനി ഒരിക്കലും എനിക്കത് തിരിച്ചു കിട്ടില്ല. എൻ്റെ കയ്യിൽ നിന്ന് കൈമോശം വന്നു പോയ എൻ്റെ ആ ഒരു വാല്യുബിളായിട്ടുള്ള ഗിഫ്റ്റിനെ ഓർത്ത് പരിതപിച്ചിട്ട് എനിക്ക് നഷ്ടബോധമുണ്ട്, കുറ്റബോധമുണ്ട്, വിഷമമുണ്ട്. ഇനി തിരിച്ചു കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് റീയൂണിയനാണ്. വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ എന്ന് പറയുന്നു. അപ്പോൾ റീയൂണിയൻ ആഗ്രഹിക്കുന്നു ഞാൻ അതിനു വേണ്ടി സെൽഫ് ലവ് ചെയ്യുന്നു. സെൽഫ് ലവ് ചെയ്ത് എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ ഒരു ഉത്തമ വ്യക്തി ആയിട്ട് ഞാൻ തിരിച്ചു വരും. ആ തിരിച്ചു വരുമ്പോൾ ഈ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഡിവൈൻ നടത്തി തരട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് സെൽഫ് ലവ് ചെയ്യുന്നത്. നിങ്ങളുടെ വ്യക്തി വളരെ മാനസാന്തരം വന്നിരിക്കുന്നു എന്നാണ്. വളരെ മാനസാന്തരം വന്നിരിക്കുന്നു. തേർഡ് പാർട്ടിയിൽ അസംതൃപ്തനാണ്. അവിടെ എല്ലാ ദുഃഖങ്ങളും അനുഭവിച്ച് തളർന്ന് മടുത്ത് കിടക്കുന്നു. ഇനിയിപ്പോൾ വേണ്ടത് ഭഗവാന്റെ പരീക്ഷണത്തിൽ വിജയിക്കുക എന്നുള്ളതാണ്. താങ്ക് യു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.